അതുപോലെ നരസിംഹാവതാര ചരിതം പറയാൻ ശുഖബ്രഹ്മ ഋഷി പതുക്കെ സീറ്റ് മാറിക്കൊടുക്കുക. ആർക്ക്? സാക്ഷാൽ ശ്രീനാരദ മഹർഷിക്ക്. കാരണം നാരദർ പറയുമ്പോഴാണ് പ്രഹ്ലാദൻ്റെ കഥ ഭംഗിയാവുക. അതിനു വേണ്ടിയിട്ടുണ്ടായ ഒരു രംഗവേദി രാജസൂയം എന്ന മഹായാഗം. 18 മാസം നീണ്ടു നിൽക്കുന്നതായ രാജസൂയം എന്ന മഹായജ്ഞം നടത്തി പാണ്ഡവന്മാർ. ആ രാജസൂയ മഹായജ്ഞത്തിൻ്റെ മുഴുവൻ ചുമതലക്കാരനായി ഭഗവാനും മഹാലക്ഷ്മിമാരും ഭഗവാന്റെ മക്കളും ദ്വാരകയിൽ നിന്ന് കുടുംബസമേതം വന്നു ചേർന്നു. എവിടെ നോക്കിയാലും ഭഗവാന്റെ മക്കളും ഭഗവാനും ഭഗവാന്റെ മഹാലക്ഷ്മിമാരും രാജസൂയത്തെ ഏറ്റെടുത്ത് നടത്തിയെന്ന. പാഞ്ചാലി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും രുക്മിണിയും സത്യഭാമയൊക്കെ ഓടി വരും. ഞങ്ങൾ ചെയ്തോളാം. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല എന്ന്. പാണ്ഡവന്മാരെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അനിരുദ്ധനും പ്രദ്യുമ്നനൊക്കെ ഓടി വരും. അയ്യോ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അച്ഛൻ ഞങ്ങളെ വഴക്ക് പറയും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പാണ്ഡവന്മാർക്ക് ഒരു പണിയുമില്ല. രാവിലെ 8:30 ആകുമ്പോൾ രുക്മിണി വന്നിട്ട് പറയും കാപ്പി റെഡിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് സത്യഭാമ വന്നിട്ട് പറയും ഊണ് റെഡിയായിട്ടുണ്ട്. പാഞ്ചാലിക്കും പാണ്ഡവന്മാർക്കും പോയിട്ട് ഭക്ഷണം കഴിക്കുക, വരികയായിരിക്കും. അങ്ങനെ കൃഷ്ണൻ്റെ കാരുണ്യം അനുഭവിച്ചു നടത്തിയ രാജസൂയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രപൂജ എന്ന രംഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തെ അഭിഷേകം ചെയ്തു പാണ്ഡവന്മാർ. ആ അഭിഷേക സമയത്ത് ഭഗവാൻ കൃഷ്ണാവതാരത്തിൻ്റെ പരമാവധി സൗന്ദര്യം തന്നിലേക്ക് സ്വീകരിച്ചു. രാജസൂയ യാഗവേദിയിൽ സൗന്ദര്യത്തെടമ്പായി ശോഭിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ അദ്ഭുത ഭാവം കണ്ട് കൂടി നിന്ന സകല ഭക്തന്മാരും കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ എന്ന് നാമം ജപിച്ചു, ഒരുത്തനൊഴികെ. ഒടുവിൽ ഭഗവാന്റെ പാദം അഭിഷേകം ചെയ്തതായ തീർത്ഥം പാണ്ഡവന്മാർ ഭക്തന്മാരായ ആൾക്കാരുടെ ശിരസിലേക്ക് അങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ ആ കൃഷ്ണപാദ തീർത്ഥത്തെ ശിരസിലണിയാൻ സകലരും തൊഴുത് തലതാഴ്ത്തി നിൽക്കുമ്പോൾ ഒരുത്തൻ മാത്രം തൻ്റെ ആ ഉത്തരീയമെടുത്ത് തലയിൽ പൊത്തി അല്ലേ. അവൻ്റെ കാല് കഴുകിയ ചെളി വെള്ളം എൻ്റെ തലയിൽ വീഴൊന്നും വേണ്ട. ഒടുവിൽ താനിരിക്കുന്നതായ സിംഹാസനത്തിന് മുകളിൽ കയറി 2 കൈകളും ഉയർത്തി ഒരു ഭയവുമില്ലാതെ ശിശുപാലൻ കൃഷ്ണനെ ശകാരിച്ചു. കുറേ ആൾക്കാർ ചെവി പുത്തി, കുറേ ആൾക്കാർ ശിശുപാലനെ ശപിച്ചു, കുറേ ആൾക്കാർ ഇറങ്ങി ഓടി. ഇവിടെയാണ് ഭഗവാൻ ശകാരം അതിര് കടന്നതും തൻ്റെ സുദർശന ചക്രത്തെ അയച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ചക്രായുധം ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചു. ഇതുവരെ എല്ലാവർക്കും സന്തോഷമായി. കിട്ടണം അല്ലേ. ആ ദുഷ്ടൻ നമ്മുടെ കൃഷ്ണനെ ചീത്ത വിളിച്ചില്ലേ, അവൻ ദുഷ്ടൻ തന്നെയാ, അവനത് കിട്ടണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പക്ഷേ അവിടെ മറ്റൊരത്ഭുതമുണ്ടായി. എന്താ അത്ഭുതം? ചൈദ്യദേഹോത്ഥിതം ജ്യോതി വാസുദേവം ഉപാവിശൽ. ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതിസ് ഉയർന്ന് സ്വതവേ നേരെ വൈകുണ്ഠത്തിലേക്ക് പോകേണ്ടതാ. പക്ഷേ വൈകുണ്ഠത്തിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ അടുത്തൊരാളില്ലേ, നേരെ മുകുന്ദൻ്റെ പാദങ്ങളിലേക്ക് അങ്ങ് ലയിക്കണത് കണ്ടു. ഭക്തൻ്റെ പുഷ്പാഞ്ജലി പോലെ ആ ശിശുപാലൻ്റെ ജീവനെ തൻ്റെ പാദത്തിലേക്ക് ഭഗവാൻ സ്വീകരിക്കണ കാഴ്ച കണ്ടപ്പോൾ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ. നാമം ജപിക്കണവർക്കൊക്കെ സംശയമായി, ഇനി ജപിക്കണോ ചീത്ത വിളിക്കണോ? എന്തേ നമ്മളിതിപ്പോൾ എത്ര സമയമായി കൃഷ്ണാഹരേ ജയാന്ന് തുടങ്ങിയിട്ട്, എന്നിട്ട് നമുക്കൊന്നും മോക്ഷവും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. നോക്കൂ, ആ ശിശുപാലൻ ചീത്ത വിളിക്കലും മോക്ഷവും കൊണ്ടുപോവുകയും ചെയ്തു. അതുവരെ രാജസൂയ വേദിയിൽ മുഴങ്ങിക്കേട്ട നാമഞ്ജപം പെട്ടെന്നൊന്ന് നിന്നപ്പോൾ രാജസൂയത്തിന് നേതൃത്വം കൊടുക്കുന്ന യുധിഷ്ഠിരന് വേവലാതിയായി. യുധിഷ്ഠിരൻ അടുത്തിരിക്കുന്ന നാരദരെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, നാരദ മഹർഷി, ഈ കൃഷ്ണൻ ആൾ ശരിയല്ല, അസലായി. ഇത്ര ദിവസം രാജസൂയ എന്നുള്ള യാഗം നടത്തി ഭഗവാനെ പൂജിക്കാൻ ആഗ്രഹിച്ചിട്ട് എന്തേ അങ്ങേക്ക് ഇങ്ങനൊരു സംശയം? അല്ല, ഞാൻ ഈ രാജസൂയം നടത്തിയത് എന്തിനാ അറിയോ? എന്തിനാ? നാമം ജപിക്കട്ടെ, എല്ലാവരും ഭക്തി ഉണ്ടാവട്ടെ, ഭഗവാനെ പൂജിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാ. എന്നിട്ട് ഈ നാമം ജപിക്കുന്ന ആൾക്കാരൊക്കെ നോക്കി നിൽക്കെ ചീത്ത വിളിച്ച് ശിശുപാലന് ഭഗവാൻ ഇങ്ങനെ പരസ്യമായിട്ട് മോക്ഷം കൊടുത്താൽ
ഇപ്പം ഈ നാമം ജപിക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നുണ്ടാവുക? അല്ല, എനിക്കിപ്പോൾ തോന്നണത് എന്താ അറിയോ? എന്തേ, ശിശുപാലൻ ഇട്ടതിൻ്റെ അപ്പുറത്തൊരു സ്റ്റൂളിട്ടിട്ട് ഞാനും തുടങ്ങിയാലോ എന്നാ. എന്ത്, കൃഷ്ണനെ ചീത്ത വിളിക്കാൻ? ഞാനിപ്പോൾ കുറച്ചൊക്കെ കേട്ട് പഠിച്ചുവല്ലോ, ശിശുപാലൻ പറയണത് കേട്ടിട്ട് ഞാനും വിളിക്കാം. എന്ത്, വേണ്ട കെട്ട കള്ള, പാല് കെട്ട കള്ള, പെൺകുട്ടികളെ പാട്ടിലാക്കിയ കള്ള, രുക്മിണിയെ കെട്ട കള്ള, സെമന്തകം കെട്ട കള്ള എന്നും പറഞ്ഞിട്ട് ഞാനും തുടങ്ങാം. ഞാനും ഇപ്പോൾ കുറച്ച് പഠിച്ചു. നാരദർ പറഞ്ഞു, ആരാ പറഞ്ഞത് വേണ്ടാന്ന്? ഇപ്പം തന്നെ വിളിച്ചോളൂ. ശിശുപാലൻ വിളിക്കണത് കേട്ടിട്ട് അതുപോലെ കൃഷ്ണനെ ശകാരിക്കാൻ അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ യുധിഷ്ഠിര, ഒരു സംശയവും വേണ്ട, ഇപ്പം തന്നെ കൃഷ്ണനെ ചീത്ത വിളിച്ചോളൂ, അങ്ങേക്ക് മോക്ഷം തരും. പക്ഷെ ഒരു കാര്യമുണ്ടേ, ശിശുപാലൻ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. ആരഭ്യ കളഭാഷിണി അല്ലേ? അത്യാവശ്യം കുട്ടികളിങ്ങനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കില്ലേ? അതിനു മുമ്പേ ആദ്യം തുടങ്ങിയത് ശിശുപാലൻ ഈ കള്ളൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് അത്രേ. അത്ര ചെറിയ പ്രായത്തിലെ തുടങ്ങിയതാ. പിന്നെ കൃഷ്ണനെ ചീത്ത വിളിച്ചു ശിശുപാലൻ, അതിന് ലൈസൻസ് ഉണ്ട്.